ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരളത്തിലും നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലാണ് വിവിധ തസ്തികകളിലേക്ക് ടോട്ടൽ 44,228 ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 15/7/2024 മുതലാണ്. 5/8/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 6/8/2024 മുതൽ 8/8/2024 വരെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഗ്രാമീൺ ഡക് സേവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അതിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡക് സേവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടോട്ടൽ 44,228 ഒഴിവുകളാണ് ഉള്ളത്. കേരളത്തിൽ 2,433 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ജനറൽ 1,326, OBC 551, SC 190, ST 44, EWS 255, PWD-A 12, PWD-B 26, PWD-C 25, PWD-DE 4 ഇങ്ങനെയാണ് ടോട്ടൽ 2,433 ഒഴിവുകൾ കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ നിങ്ങൾ 10th മാത്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. അതർ ക്വാളിഫിക്കേഷനായിട്ട് കമ്പ്യൂട്ടറിലും സൈക്ലിങ്ങിലും ഉള്ള നോളജും ഉണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം 18 മുതൽ മാക്സിമം 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST വിഭാഗക്കാർക്ക് 5ഉം OBC വിഭാഗക്കാർക്കും 3ഉം മറ്റ് വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. എന്നാൽ SC/ST, PWD, ഫീമെയിൽ, ട്രാൻസ് വിമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും ആവശ്യമില്ല. അവർ ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇതിലേക്ക് വരുന്ന സാലറി നോക്കുകയാണെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് 12,000 മുതൽ 29,380 രൂപയാണ് ലഭിക്കുക. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡക് സേവ് പോസ്റ്റിലേക്ക് 10,000 മുതൽ 24,470 രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ പരീക്ഷയൊന്നും ഉണ്ടാവുകയില്ല. 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്രേഡിൻ്റെയോ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ത്യ പോസ്റ്റ് gds.online.gov.in എന്ന വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ ഇതിലേക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID, മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വിശദ വിവരങ്ങൾ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.